ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2ാം വാർഷികവും അദ്ദേഹത്തിൻ്റെ 4ാം അനുസ്മരണ യോഗവും നടക്കുന്ന ഈ അവസരത്തിൽ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ രഘുനാഥ് അവർകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ശ്രീ എ മഹേന്ദ്രൻ അവർകൾ, KPCC എക്സിക്യൂട്ടീവ് അംഗം മാന്നാർ അബ്ദുൽ ലത്തീഫ് അവർകൾ, ശ്രീ ബി കൃഷ്ണകുമാർ, ശ്രീ സതീഷ് കൃഷ്ണൻ, ശ്രീ സുജിത് ശ്രീരംഗം, ശ്രീ കെ നാരായണപിള്ള, സ്വാഗതം ആശംസിച്ച ശ്രീ ജി ജയദേവ്, വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ കെ സോമൻ, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ രാജീവ് വൈശാഖ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായരുടെ സ്മരണ നിലനിർത്താൻ എന്നുള്ളതിലുപരി ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഏതൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ അദ്ദേഹം ഈ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നത്, ആ മൂല്യങ്ങളുടെ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അവ സമൂഹത്തിൽ എന്നെന്നും നിലനിൽക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങളിടയിൽ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റിയുടെ 2ാം വാർഷിക സമ്മേളനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതിനു മുൻപ് ജനസംഘത്തിന്റെയും ഒക്കെ ആദ്യകാല നേതാക്കന്മാരിൽ ആയിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽ, ശ്രീ KG മാരാർ, ശ്രീ K രാമൻപിള്ള എന്നിവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ജനസംഘത്തിലോ ഭാരതീയ ജനതാ പാർട്ടിയിലോ അല്ലെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനും നേതാവുമായിട്ട് മാറി. താൻ വഹിച്ച പദവി ഏതാണെങ്കിലും ആ പദവിയോ രാഷ്ട്രീയ പാർട്ടിയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നത് ഒരേ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു. ഈ നാടിനോടുള്ള കൂറും ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ സർക്കാരുകളുടെ അധികാര സ്ഥാനങ്ങളുടെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയുമോ അതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും പരിശ്രമവും നടത്തിയ ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് കുറേയേറെ കാലങ്ങൾക്ക് ശേഷമാണ്. എങ്കിലും വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെയായിട്ടാണ് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നിവിടെ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാനായിട്ട് ഇവിടെ പങ്കെടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ത്യ എന്നുള്ള ഏകവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം മുഴുവൻ കൈകോർത്തു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ നിലയിൽ ഈ നാട്ടിലെ എല്ലാ
രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ഒരൊറ്റ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൈകോർത്തു നിൽക്കുന്ന അവസരത്തിൽ മാന്നാർ എന്ന് പറയുന്ന ഈ ആലപ്പുഴ ജില്ലയിലെ ഈ ചെറിയ ഗ്രാമത്തിൽ, ഈ പ്രദേശത്തെ ചെന്നിത്തല പ്രദേശത്ത് തൃപ്പരന്തുറ ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിൽ പൊതുപ്രവർത്തനം ആരംഭിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, അങ്ങനെ ഒരാളുടെ ഓർമ്മകൾ നിലനിർത്താൻ വ്യത്യസ്ത ചിന്താധാരകളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് വരുന്നു എന്നുള്ളത്, ഇത് രണ്ടും തമ്മിൽ വലിയ സമാനതകൾ. ജനസേവനം എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. അത് തനിക്കെന്ത് ലഭിക്കും എന്നുള്ളതിനപ്പുറത്ത് നാടിനെന്ത് ലഭിക്കും എന്നുള്ള, നാടിനെന്ത് പ്രയോജനമുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നടത്തിയ ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായർ. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി, അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും പറയുന്ന ഒരു വാചകം, അദ്ദേഹം പറയുന്നത്, എന്നെ പ്രധാനമന്ത്രിയായിട്ടോ പ്രധാന ചുമതല വഹിക്കുന്ന ആളായിട്ടോ കാണുന്നതിന് പകരം എന്നെ പ്രധാന സേവകനായിട്ട് കണ്ടാൽ മതി, അങ്ങനെ ഒരു വിശേഷണത്താലാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും കാലഘട്ടത്തിൽ ഇതേ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമായി നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന വ്യത്യസ്ത മേഖലകളിൽ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലൊക്കെ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന, ജനസേവനം എന്നുള്ളത് മാത്രം തന്റെ ജീവിതവ്രതമാക്കി മാറ്റിയിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായർ എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലും അതിനു മുൻപും പ്രവർത്തിച്ചിരുന്ന കാലത്തും അതിനു മുൻപുമൊക്കെ എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്റെ പരിശ്രമം കൊണ്ട് നടത്താം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ ഓരോ ചുവടുവയ്പ്പിലും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഇവിടെ വേദിയിലിരിക്കുന്ന സമയത്ത് ഇന്ന് 2:34 ഇപ്പൊ നമ്മൾ ഏതാണ്ട് 4:15 2:34 ഇന്ത്യൻ ഡിഫൻസ് പ്രതിരോധ വകുപ്പ് ഒരു പത്രക്കുറിപ്പ് കൂടി ഇറക്കിയിരിക്കുകയാണ്. ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് മാധ്യമങ്ങളെയും ലോകത്തെയും ഒക്കെ മുന്നിൽ വിശദീകരിച്ചിരുന്ന സമയത്ത് വളരെ കൃത്യമായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ശ്രീ വിക്രം മിശ്രി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നടപടി ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയല്ല, നമുക്കെതിരായിട്ട് വരുന്ന ആക്രമണത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി അദ്ദേഹം പറഞ്ഞത്, പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തെ അദ്ദേഹം ഉപമിച്ചത് അശോകവനത്തിലെ ഹനുമാന്റെ രീതിയുമായിട്ടാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ചടി നൽകുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഒരു സാധാരണ പൗരനും, പാകിസ്ഥാനിലെ ഒരു സാധാരണ പൗരനും ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നടപടികൾ എടുത്തത്. പാകിസ്ഥാന്റെ
ഭീകരപ്രവർത്തനങ്ങളെ എക്കാലവും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സൈന്യമാണെങ്കിൽ പോലും ആ സേനാ അംഗങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാകാൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള നടപടിയിൽ എടുത്തിരുന്നില്ല. പകരം 9 കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങളും പാക് അധീനപ്പെടുത്തി വച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിലെ 5 കേന്ദ്രങ്ങളിലും ഉള്ള ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഭീകരവാദികളുടെ താവളങ്ങൾ, അങ്ങനെയുള്ള താവളങ്ങളെ മാത്രമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ്. അന്ന് ആ സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ നടപടി കൂടുതൽ വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അളന്നു കുറിച്ചിട്ടുള്ള പ്രതിരോധം മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. മെഷറബിൾ, നോൺ എസ്കലബിൾ എന്നുള്ള കൃത്യമായിട്ടുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ശ്രീ വിക്രം മിശ്രയെ സൂചിപ്പിച്ചത്. ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി ഇന്ത്യയുടെ അതിർത്തിക്കിപ്പുറത്തുള്ള നിരവധി കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വെടിവെപ്പിന്റെ ഫലമായിട്ട് 5 കുട്ടികൾ ഉൾപ്പെടെ 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ തരത്തിലുള്ള നടപടികൾ നടത്തുന്ന പാകിസ്ഥാന്റെ ആയുധ സന്നാഹത്തെ നിർവീര്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഒരു 2ാം സൈനിക നീക്കം നടത്തിയതിനെ കുറിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് ഇന്ന് 2:34 കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് പുറത്തുവിടുകയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, നമ്മളൊരിക്കലും തന്നെ നിരപരാധികളെ ദ്രോഹിക്കുക എന്നുള്ള, നിരപരാധികളെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, അങ്ങനെയുള്ള ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് ഇന്ത്യ ആധുനിക കാലത്ത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയുടെ പൗരാണികമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ആ അടിസ്ഥാനത്തെ ആധുനിക കാലഘട്ടത്തിലും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് യുക്രൈനിൽ യുദ്ധമുണ്ടായപ്പോൾ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞത്, യുദ്ധമല്ല യോഗയും ആയുർവേദവുമാണ് നമ്മുടെ വഴി എന്നുള്ളത് പറയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളെല്ലാവരും എടുക്കേണ്ട 9 പ്രതിജ്ഞകൾ, ജലസംരക്ഷണം തൊട്ട് മരം നടൽ തൊട്ട് ശുചിത്വം പ്രോത്സാഹിപ്പിക്കൽ തൊട്ട് പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം തൊട്ട് പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കൽ തൊട്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കൽ, അങ്ങനെയുള്ള 9 പ്രതിജ്ഞകൾ. ആ പ്രതിജ്ഞകൾ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കേണ്ടായി. ഇതൊന്നും ആരെയെങ്കിലും ഇല്ലാതാക്കാനോ ആർക്കെങ്കിലും എതിരായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുമല്ല. ഞാനിത് പറയാൻ കാരണം, നമ്മളിന്ന് ഇന്ത്യ എന്നുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അക്രമത്തെയും വിധ്വംസക ശക്തികളെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെ മാനസികാവസ്ഥയെയും ആ മനോഭാവത്തെ തുടച്ചു നീക്കേണ്ട ഒരു സന്ദർഭം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശ്രീ ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായരെ പോലെയുള്ള ഒരാളുടെ അനുസ്മരണം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഇത് രണ്ടും പരസ്പര പൂരകമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം നാടിനു വേണ്ടിയിട്ട്, നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി, നാടിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാൾ. അങ്ങനെയുള്ള ഒരാളുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി നടക്കുമ്പോൾ ഈ നാടിനു വേണ്ടിയിട്ട്
ഇന്ത്യ എന്നുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മളാരും അങ്ങനെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കില്ല, സാന്ദർഭികമായി ഇത് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള വികാരത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ യുവതലമുറയെ അതിന് പ്രേരിപ്പിക്കുകയും നാടിനോടുള്ള കൂറ്, നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത പുലർത്തുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ നായരുടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഏതൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നുവോ ആ മൂല്യങ്ങൾ തുടർന്നും നിലനിർത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിരവധി മറ്റാളുകൾ അദ്ദേഹത്തെക്കുറിച്ച് അവരുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഇവിടെ പങ്കുവെക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് തുടർന്നും ഈ തരത്തിൽ ഈ ഒരു ആശയം ജനങ്ങളിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സൊസൈറ്റിക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.